അളിയാ ടീച്ചർ വരണ്ട്. ഹലോ ഡേ ടീച്ചർ വരണ്ട്. ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ആണ് നവഭാരത സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തത്. അന്നേ ദിവസം അപ്പോൾ ആ സ്കൂളിൽ അങ്ങനെ അംഗീകാരമില്ല, സ്ഥലമില്ല, കെട്ടിടമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ വലിയ വലിയ സ്ഥലം വാങ്ങുകയും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുകയും പള്ളിക്കൂടത്തിന് സ്കൂളിന് അഫിലിയേഷൻ മേടിച്ചതും ഒക്കെ ഞാനാണ്. ഏതാണ്ട് 10 വർഷം ബാച്ച് ഞാൻ ആ സ്കൂളിൽ നിന്ന് കുട്ടികളെ SLCക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ 10 ബാച്ചിലും കുട്ടികൾ 100% പാസ്സായിട്ടുണ്ട്. കുട്ടികളുടെ മാർക്കൊക്കെ വളരെ നല്ല ഹൈ മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. 1-2 വർഷം ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂള് നവഭാരത സ്കൂളായിരുന്നു. പിന്നെ പല കുട്ടികളെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ള കുറേ പേരെങ്കിലും ഉണ്ട്. നവഭാരതത്തിലെ കുട്ടികൾ കേരളത്തിൻ്റെ എല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെല്ലാം നല്ല ജോലിയിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അവർക്കെല്ലാം എന്നോട് വളരെ സ്നേഹമാണ്. കുട്ടികളോട് എനിക്കും വലിയ സ്നേഹമാണ്. അവർ വരുമ്പോൾ വന്ന് എന്നെ കാണാറുണ്ട്. ഇപ്പോൾ എൻ്റെ 2 പേര് എന്നെ കാണാൻ വന്നിരിക്കുന്നു. ഗൾഫിലാണ് ഇല്ലേ, കുറേ ഷമീറും രഞ്ജിത്തും. ഇപ്പോൾ ഈ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ കുഗ്രാമത്തിൽ താമസിക്കുന്ന എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടാകുകയും അവരിവിടെ വന്നു ചേരുകയും ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം എല്ലാവരും നല്ല അനുഭവങ്ങളാണ് പങ്കുവച്ചത്. എനിക്ക് ചില തിക്താനുഭവങ്ങൾ മാത്രമേ പങ്കുവയ്ക്കുള്ളൂ. കാരണം 500 രൂപ TC കൊടുത്ത് വാങ്ങിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അത് കാരണകാരമായി നമ്മൾ പല സുഹൃത്തുക്കളുണ്ടെങ്കിലും മോഡൽ പരീക്ഷയിൽ സുശീലൻ സാർ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കാണിച്ചു വെച്ചാൽ എങ്ങനെ അടിച്ചുകൊണ്ട് പോകാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരനുഭവമുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ഓർമ്മിക്കുന്നത് നമ്മളെ എല്ലാ ഡെസ്കുകളിലും മോഡേൺ ആർട്ടുകളായിരുന്നു. പലരുടെയും ഗ്രൂപ്പുകളും അതൊക്കെ നമ്മൾ നല്ല മനോഹരമായ രീതിയിൽ നമ്മുടെ ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ ഇങ്ങനെ കുത്തിവെക്കുമായിരുന്നു. അതൊക്കെ ഒരു അനുഭവമാണ് ഇപ്പം ഞാൻ ഓർക്കുന്നു. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത അഭിലാഷിൻ്റെ ഡാൻസാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ചോദിക്കാൻ ചെയ്തു അഭിലാഷിൻ്റെ ഡാൻസ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവൻ തല്ലാൻ വേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് മുഖങ്ങൾ മിന്നി മറഞ്ഞു, ഒരുപാട് തലകൾ കണ്ടു. വളരെ സന്തോഷം. ഇനിയും ഇതുപോലെ എല്ലാവരും കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുക. വാട്സപ്പിൽ കൂടെ അല്ലാതെ നമുക്ക് പറ്റില്ല. എല്ലാവരും ശ്രമിക്കുക. ഒരു വലിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് എല്ലാവർക്കും ഇവിടെ തൊട്ട് ആരംഭിക്കാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതെ, മോള് പറഞ്ഞത് കറക്റ്റാണ്. മനസ്സിൽ ഇന്ന് വല്ലാത്തൊരു വിഷമം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ആഗ്രഹിക്കാറില്ലേ, ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ ഒരു വരം ചോദിച്ചാൽ എന്നൊക്കെ. അത് ഇപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ സത്യം ഞാൻ ഈ വരമാവും ചോദിക്കുക. ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും എത്രയും വേഗം നിങ്ങളുടെ ഇടയിൽ അവിടെ എത്തിക്കുക എന്നുള്ളതാവും. പിന്നെ ഈ വരങ്ങളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് ചോദിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവൻ വെറുതെ ഭംഗി വാക്ക് പറയുകയാണെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദൈവം അങ്ങനെ വരവും ചോദിച്ച് ഫ്ലൈറ്റ് സർവീസ് നടക്കുന്ന ആളല്ലല്ലോ. പ്രാർത്ഥിക്കാനല്ലേ നമുക്കാവും. വിതയ്ക്കുന്നതും വിധിക്കുന്നതും വിളിക്കുന്നതും അവൻ. ഫിലോസഫി വേണ്ട, കുറച്ചും കൂടെ നാച്ചുറൽ ആവാം.
താങ്ക് യു. ഓക്കെ, 20-ലേറെ വർഷങ്ങളായിരിക്കുന്നു നിങ്ങൾ പലരെയും ഞാൻ കണ്ടിട്ട്. ബട്ട് നിങ്ങളുടെ ഓർമ്മകൾ, ആ നല്ല നാളുകൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴും ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സ് നിങ്ങളുടെ കൂടെ അവിടെ. സോ എൻജോയ് ദ പാർട്ടി ഗൈസ്. जो आज नहीं तो कल अपनी मंजिलों को ढूंढते हुए निकलेंगे। और हो सकता है कि हमारी मंजिलें अलग अलग हो। तो ये सब क्यों कह रहा है मेरी समझ में नहीं आ रहा। हम सब दोस्त हैं सिर्फ, जिंदगी भर के लिए। ऑफ कोर्स है, लेकिन किसकी जिंदगी किसे कहां ले जाती है क्या पता। कभी सोचा है कि शायद हर साल यहां आना तो एक तरफ, 10 साल में एक बार भी मिलना मुश्किल हो। ऐसा कुछ नहीं होगा सर। हम दोस्त थे, हैं, रहेंगे हमेशा। डेफिनेटली। यू लाइक इट? कैसा अजब ये सफर है, सोचो तो हर एक ही बेखबर है। उसको जाना किधर है, जो वक्त आए जाने क्या दिखाए। चाहता